നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും നിങ്ങൾക്കൊരിക്കൽ കൂടി ജീവിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിമിഷമെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഇല്ല. കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് പോയി. ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കുക. കാരണം നമ്മുടെ കയ്യിലേക്ക് അടുത്ത നിമിഷത്തിൽ വരുന്ന സമയം അത് കടന്നു പോവുകയാണ്. ഒരു നിമിഷം അത് നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നേക്കുമായിട്ടത് പോയി. ഒരേ ഒരു അവസരമാണ് നമുക്ക് ജീവിക്കാൻ കിട്ടുന്നത്. ഒരേ ഒരു ചാൻസാണ് ഈ ഭൂമിയിൽ നടക്കാൻ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണോ നമ്മളിന്ന് മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണോ ഞാനിന്ന്? ഓരോ ദിവസവും അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ഒരു ദിവസം പോലും എഴുന്നേൽക്കുമ്പോൾ നമ്മളെ ഒന്ന് മുമ്പോട്ട് നയിക്കാൻ നമുക്കൊരു എനർജി തരാനായിട്ട് ഒരു സ്വപ്നമില്ല. ആര് വന്ന് നമ്മുടെ ജീവിതം മാറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശരിയാണ്, അവിടെ പുറത്ത് ഒത്തിരി പ്രസംഗിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും നിങ്ങളിലേക്ക് വരില്ല. നത്തിങ് വിൽ കം ഫോർ യു. നത്തിങ് വിൽ കം ടു യു. യുവർ ലൈഫ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. എന്തെങ്കിലും ആരെങ്കിലും അങ്ങനെയല്ല. നിങ്ങളാണ് ഇന്നാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. ഇറ്റ് ഈസ് യു ഹൂ ഈസ് ദി ആൻസർ. അവർക്ക് നിങ്ങളോട് പറയാൻ പറ്റും, പല കാര്യങ്ങളും പറഞ്ഞു തരാനും പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാനും ചിലപ്പോൾ പരാതി പറയാനും കുറ്റം പറയാനൊക്കെ പറ്റും. പക്ഷേ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ യു ഹാവ് ടു മേക്ക് ഇറ്റ്. നമ്മൾ തീരുമാനമെടുക്കാത്തതോ മാറാൻ ആഗ്രഹമില്ലാത്തതോ അല്ല പ്രശ്നം. നമ്മൾ പലപ്പോഴും തീരുമാനമെടുക്കുന്നുണ്ട്, ജീവിതം മാറ്റണം, ജീവിതം നന്നാക്കണം, പല കാര്യങ്ങളും ചെയ്യണം. പക്ഷേ അത് ചോദിക്കുന്ന ഒരു സാക്രിഫൈസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടുന്ന ഒരു പെയിൻ ഉണ്ട്. അതെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. ചേഞ്ച് ഈസ് ഹാർഡ്. അതുകൊണ്ടാണ് ആരും മാറ്റത്തിന് തയ്യാറാവാതെ എന്ത് ജീവിതമാണോ നയിക്കുന്നത് അത് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മാറണമെങ്കിൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. വൺ ടൈനി സ്റ്റെപ്പ്, വൺ ടൈനി ചേഞ്ച്. റിപ്പീറ്റ് ഇറ്റ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഇറ്റ് വിൽ ബിക്കം യുവർ പാർട്ട്. നമ്മൾ പലപ്പോഴും ഗീവപ്പ് ചെയ്യാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാസ്റ്റ് എക്സ്പെക്റ്റേഷനാണ്. പെട്ടെന്ന് സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒരു മാറ്റവും പെട്ടെന്ന് സംഭവിക്കില്ല. നമ്മൾ വളരെ പേഷ്യൻ്റായിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കണം. കാരണം ഇപ്പോഴുള്ള നിങ്ങളെന്ന് പറയുന്നത് വർഷങ്ങൾ നിങ്ങൾ പഠിച്ച് ശീലിച്ച കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് മാറ്റിയെടുക്കാൻ ഒരു പുതിയ നിങ്ങളാവാൻ സമയമെടുക്കും. ബട്ട് ഇഫ് യു ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം, ദി അതർ എൻഡ് ഈസ് വർത്ത് ഇറ്റ്. നമ്മുടെ ഭിത്തിയിൽ, നമ്മുടെ റൂമിൽ നമ്മൾ എഴുതി വെക്കണം, one step at a time, one day at a time. The biggest adventure you can take is to live the life of your dreams, or plowing free.